ഓണം എക്സാമിന്റെ റിസൾട്ട് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന മക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, കാരണം ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഓണം എക്സാം ഭയങ്കര ടഫായി, ഇനി ക്രിസ്മസ് എക്സാമും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വരികയാണെങ്കിൽ എനിക്കിനി നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റില്ലേ എന്നുള്ള ഒരുപാട് ഡൗട്ടിലിരിക്കുന്ന മക്കളുണ്ട്. സോ നിങ്ങളോട് മിസ്സിന് പറയാനുള്ള കാര്യം, ഈ ഒരു ഓണം എക്സാം നമ്മൾ ജസ്റ്റ് ഒരു ട്രെയിലർ കണ്ട് സിനിമയ്ക്ക് പോയ അവസ്ഥയായിരുന്നു. അപ്പൊ സിനിമ ഹിറ്റ് ആവാനും ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് 50-50% ആയിരുന്നു. സോ ഈ ഒരു ഓണം എക്സാമിനെ അതേപോലെ തന്നെ നിങ്ങൾ കാണുക. ഇപ്പൊ നമുക്ക് കംപ്ലീറ്റ് സ്റ്റോറി നമുക്കറിയാം. എങ്ങനെയാണ് എക്സാംസ് വരിക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് വരിക, എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് ഇനി നന്നായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുക, ഏറ്റവും നല്ല മാർക്കിലേക്ക് എത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്തേ പറ്റൂ എന്നുള്ള കാര്യം ഇപ്പൊ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നമുക്ക് വന്നിട്ടുണ്ട്. സോ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത്. സോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേര് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടി തയ്യാറായാൽ മാത്രം മതി. ലാസ്റ്റ് നിമിഷത്തേക്ക് വെക്കാതെ ഇപ്പൊ തന്നെ ആ ഒരു ലേണിങ്സ് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റും. സോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറക്കുക. ഒരേ ഒരു കാര്യം ചിന്തിക്കുക, ഈ ഒരു ഓണം എക്സാം നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല. ബട്ട് അതിനെ ഒരു മോട്ടിവേഷൻ ആക്കി എടുക്കുക. നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടികളെ തയ്യാറാവുക. അത് മാത്രം ചിന്തിക്കുക. സോ ബാക്കി എല്ലാം നിങ്ങൾ മറന്നേക്കുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. എൻ്റെ എല്ലാ മക്കൾക്കും ഹെൽപ്പ് ചെയ്യാൻ നമ്മളെല്ലാവരും കൂടെ ഉണ്ട്.